ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്ക് കേട്ടഡ് 3 ഫിസിക്കൽ സയൻസിന്റെ ഒരു PYQ ഒരു മിനിറ്റ് കൊണ്ട് നോക്കിയാലോ. എനർജി നോട്ട് ക്യാരിഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ്സ്? എനർജി ട്രാൻസ്ഫർ ചെയ്യാത്തത് ഏത് വേവ്സ് ആണ്? ഒന്ന് സ്റ്റേഷനറി, പ്രോഗ്രസീവ്, ട്രാൻസ്വേഴ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക്. ഇതിൽ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി വേവ്സിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറയും. സ്റ്റാൻഡിംഗ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത് രണ്ട് വേവ്സിന്റെ സൂപ്പർ പൊസിഷൻ ആണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിംഗ് ഉണ്ട്, അത് രണ്ടിടത്തും ഫിക്സ് ചെയ്തിട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്ന് പ്ലക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേവ്സ് ഇങ്ങനെ പോകുന്നു. ദെൻ ഈ ഒരു എൻഡിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. അപ്പൊ ഈ വരുന്ന വേവ്സും പോകുന്ന വേവ്സും തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമുക്ക് അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതായത് നോർമലി കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വേവ്സ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇത് ഈക്വൽ ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നോട്ട്സുകളാണ് ഈ പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേഷനറി വേവ്സ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറയുന്നത് വേവുകളുടെ സൂപ്പർ പൊസിഷൻ ആണ്, സൂപ്പർ ഇമ്പോസ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എനർജി ട്രാൻസ്ഫറിങ് നടക്കുന്നില്ല. പക്ഷെ പ്രോഗ്രസീവ്, ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, എനർജി ട്രാൻസ്ഫറിങ് അവിടെ നടക്കുന്നുണ്ട്. അത് പോയിന്റ് ബൈ പോയിന്റ് അവിടെ ട്രാൻസ്ഫറിങ് നടന്നിട്ടാണ് അത് മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നത്. സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറഞ്ഞാൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്, രണ്ട് എൻഡിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്റ്റേഷനറി വേവ്സ്. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ് ഓൾവേസ്. താങ്ക് യു.